ബംഗാളി നീ ഇതേവരെ ഈ പൂക്കുറ്റിക്ക് മെയിൻ്റെനൻസ് തീർന്നില്ലയോടെ? പൂക്കുറ്റി അല്ല ചേട്ടാ, റോക്കറ്റ്. ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുണ്ട് എന്നെ ബംഗാളി എന്ന് വിളിക്കരുതെന്ന്. എടാ ബംഗാളി എന്നല്ലാതെ മംഗോളി എന്ന് വിളിക്കാൻ പറ്റുമോ? ഞാൻ നല്ലവണ്ണമല്ലേ ചേട്ടാ മലയാളം സംസാരിക്കുന്നത്. അയ്യോ ചേട്ടാന്ന് വിളിച്ചാലേ അറിയാം നല്ലപോലെ മലയാളം സംസാരിക്കുന്നതെന്ന്. എടാ നിന്നെ പോലെ നല്ലൊരു മലയാളം സംസാരിക്കുന്ന ബംഗാളി ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ ചേട്ടാ എന്ന് വിളിച്ചപ്പോളേയും അപ്പോഴേ ചേട്ടാ എന്നല്ല നീ നേരെ വിളിച്ചിട്ടുണ്ട്. എന്ത് ചേട്ടായിരുന്നാലും ഇത് എന്റെ കൂടെ ഐഡിയ ആണ് ഈ റോക്കറ്റ്. ഏത് എന്റെ ഐഡിയ റോക്കറ്റ്? മർത്തലയാ എന്റെ മരുമോനുണ്ടല്ലോ കട്ടിന്റെ കാല വരെ നടത്തി ഒറ്റ അടി അടിക്കും കേട്ടോ. പിന്നെ ഐഡിയ ഒന്നോ അതാരും. നമസ്കാരം, ഞാനിപ്പോൾ നിൽക്കുന്നത് കേരളത്തിൽ നിന്ന് ആദ്യമായി ചന്ദ്രനിലേക്ക് പുറപ്പെടുന്ന കുട്ടപ്പൻ എന്ന ബഹിരാകാശ ശാസ്ത്രജ്ഞന്റെ വസതിയിലാണ് നിൽക്കുന്നത്. അദ്ദേഹം ഇവിടെ നിന്നാണ് അദ്ദേഹം റോക്കറ്റ് തയ്യാറാക്കി നാളെ രാവിലെ കൃത്യം 10:10 ഇവിടുന്ന് പുറപ്പെടുന്നത്. അതിനെക്കുറിച്ചുള്ള കൂടുതലായ വിശദവിവരങ്ങൾ നമുക്ക് ഇവരിൽ നിന്ന് തന്നെ ചോദിച്ചറിയാം. ഒരുപാട് അണിയറ പ്രവർത്തനം എളുപ്പമുണ്ട്. ഇദ്ദേഹം അതിന്റെ എക്യുപ്മെന്റ്സ് ആണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. താങ്കളാണോ ഇതിന്റെ പിന്നിൽ? ഞാനാണ് ഇതിന്റെ എല്ലാത്തിന്റെ മെയിൻ സാധനം. അവൻ ബംഗാളി ഇങ്ങനെ പറയില്ല. അവൻ ഇതിനെ കുറിച്ച് പറയാനാണെങ്കിൽ എല്ലാ കാര്യങ്ങളും ഞാൻ പറയാം. ഇങ്ങോട്ട് ചോദിച്ചാൽ മതിയല്ലോ. ശാസ്ത്രജ്ഞനാണോ? പിന്നല്ലാതെ ഇത് ശാസ്ത്രജ്ഞനൊന്നുമല്ല, ഇത് ഏതോ ഒരു ബേട്ടാവളിയൻ. ഇതല്ലെന്ന് നമ്മൾ ഈ ശാസ്ത്രജ്ഞൻ എന്ന് പറയുമ്പോ നമ്മളെ പകലിന്റെ മരുമോനാണല്ലോ ഇതെല്ലാം കണ്ടുപിടിച്ചത്. മരുമോനാണ് കണ്ടുപിടിച്ചത്. അദ്ദേഹമാണ് കുട്ടപ്പൻ ശാസ്ത്രജ്ഞൻ. പിന്നല്ലാതെ വളരെ സന്തോഷം. കാരണം നമുക്ക് ഏറ്റവും കൗതുകം തോന്നിയ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ സാധാരണ ഈ ISROയിൽ നിന്നൊക്കെയാണ് റോക്കറ്റുകൾ പോകാറുള്ളത്. പക്ഷെ എന്താണ് വീട്ടിലേക്ക് മാറാനുള്ള ഒരു കാരണം എന്താണ്? അത് വേറൊരു കാര്യം എന്ന് വെച്ചാല് ഇവൻ ഒരുപാട് കണ്ടുപിടുത്തങ്ങൾ ISRO കണ്ടുപിടിച്ചായിരുന്നു. അപ്പോ ഇവന്റെ പേരില് ബാക്കിയുടെ എല്ലാം പേരെടുത്ത് ഇവനെ പേരുദോഷം കേൾപ്പിച്ചു. മനസ്സിലായി? പേരല്ല അവർക്കും പേരുദോഷം. അപ്പൊ ഞാൻ പറയാം നീ വീട്ടിലുണ്ടാക്കിയാൽ മതി, ഇതിനെ ആരും അറിയണ്ട, ഫുൾ ക്രെഡിറ്റ് പുള്ളിക്ക് തന്നെ കിട്ടും. ഇരിക്കട്ടെ. ഭയങ്കര ശല്യം സ്പാനർ എടുത്ത് മാറ്റുക, ഇവനെ കറണ്ട് അടിപ്പിക്കുക. ഞാൻ പറയും നീ വീട്ടിൽ വെച്ച് ചെയ്തോ. അങ്ങനെയാണ് ഇപ്പൊ നാളെ പോകാനായിട്ട് ഇവൻ ഈ സാധനം ഉണ്ടാക്കിയത്. വളരെ സന്തോഷം. കാരണം വെച്ചാൽ നമുക്ക് കണ്ടറിയേണ്ട കാര്യം ഈ റോക്കറ്റിൽ നിന്നാണ് നാളെ കൃത്യം 10:10 ചന്ദ്രനിലേക്ക് പുറപ്പെടുന്നത്. അതിന്റെ വിശദമായി നമുക്കൊന്ന് നോക്കി കാണാം. നോക്കൂ, ഇതിന്റെ തുടക്കം കവാടം ഇതാണ്. ഇതിലൂടെയാണ് അദ്ദേഹം കയറി പോകുന്നത്. കുഞ്ഞുമോൾ. അല്ല, എന്താണ് ഈ കുഞ്ഞുമോൾ എന്ന് പേരിടാനുള്ള കാരണം എന്താണ്? അല്ല അതെ. ഹലോ ചെക്കിംഗ്. ഹലോ അവനെ പ്രാന്ത് മരുമോന്റെ കാര്യം പറഞ്ഞത്. എടാ മരുമോനെ, എടാ ശാസ്ത്രജ്ഞൻ വരൂ. അതെ, നാളെ കൃത്യം 10:10 ഞാൻ ഇവിടെ നിന്ന് പുറപ്പെടുന്നത്. എങ്ങോട്ടാണോ? വയനാട് മുളക് പറിക്കാൻ. അല്ലേ, വെച്ചിട്ട് പോണം. ബാക്കിയുള്ളവൻ എവിടെയെങ്കിലും നന്നാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉമ്മാർ സമ്മതിക്കുകയല്ല. പിന്നെ അല്ല, അയ്യോ ഇതിനകത്ത് വെള്ളമില്ലല്ലോ. വെള്ളമില്ല. എടാ ബാത്റൂം അല്ല, നീ ഉണ്ടാക്കിയ റോക്കറ്റാ. ഓ ശരി, ചാടിക്കേറി ചേട്ടാ എന്നെ കാണാൻ 1-2 ആൾക്കാർ വന്ന് നിൽപ്പുണ്ട്. എവിടെയെങ്കിലും ഒന്ന് പൊങ്ങിപ്പോണെന്ന് വെച്ചാൽ താത്തി കെട്ടാനായിട്ട് കുറെ ആൾക്കാർ ഇങ്ങ് വരും. അയ്യോ ചേട്ടാ, ഞാൻ ചാനലിൽ നിന്ന് വരുവാണ്. കായലിൽ നിന്ന് വരാൻ നീ എന്നെ കക്കയാണോ? അയ്യോ അതല്ല, ഞാൻ TV ചാനലിൽ നിന്ന് വരികയാണ്. ഓ താങ്ക് യു. ശാസ്ത്രജ്ഞന് കയ്യില്ലേ? കയ്യുണ്ട്. ഓക്കെ, എന്തായാലും വിശദമായ വിവരങ്ങൾ അറിയാനുണ്ട്. താങ്കളുടെ ജീവിതത്തിൽ ഒരു വലിയ അവിസ്മരണീയമായ നിമിഷമാണ് നാളെ 10:10. അപ്പൊ ഞങ്ങൾക്ക് അറിയേണ്ടത് താങ്കൾ എന്തൊക്കെ തരത്തിലുള്ള നിർമ്മിതികളാണ് നടത്തിയിട്ടുള്ളത് ഒരു ശാസ്ത്രജ്ഞൻ? ഞാൻ ആദ്യമായിട്ട് റോബോട്ടാണ് നിർമ്മിച്ചത്. വീട്ടിലെ ആവശ്യങ്ങൾക്കൊക്കെ ആയിട്ട്. വീട്ടിലെ ആവശ്യങ്ങൾക്ക് വേണ്ടി റോബോട്ട്, മണിയൻ റോബോട്ട്, ഭാര്യയെ സഹായിക്കാനായിട്ട് അവനകത്തുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ നിർമ്മിച്ചാണ് നമ്മൾ കുഞ്ഞുമോളെന്ന റോക്കറ്റ്. അതെ. പിന്നെ അത് കഴിഞ്ഞിട്ട് ബിജു സിജു എന്നും പറഞ്ഞ് നിർമ്മിച്ചു. അവരിവിടെ ഇല്ല. അവർ ഏത് ഗ്രഹത്തിലാണ്? ഗ്രഹത്തിലല്ല, ഗവൺമെന്റ് സ്കൂളിൽ 7ാം ക്ലാസ്സിൽ ഇരുന്ന് ഉപ്മാവ് തിന്നു. കഴിഞ്ഞ മാസമായിരുന്നു ശരിക്കും പോകാൻ തീരുമാനിച്ചിരുന്നത്. അതെ, കഴിഞ്ഞ മാസമാണ്. കാരണം റംസാൻ ആയിരുന്നല്ലോ, പിന്നെ പോകാൻ പറ്റിയില്ല. അതെന്താ, നമുക്ക് റംസാൻ മാസം ആയതുകൊണ്ട് ചന്ദ്രനിലേക്ക് പോകാൻ പറ്റില്ല, അങ്ങനെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അല്ലെന്ന് അന്ന് ചന്ദ്രൻ ഇങ്ങനെയല്ലേ ഇരിക്കുന്നത്, തേങ്ങാപ്പൂള് പോലെ. അവിടെ കൊണ്ട് ഈ സാധനം പാർക്ക് ചെയ്യാൻ പറ്റിയല്ല. പാർക്കിംഗ് ഇല്ല. അപ്പൊ നെപ്റ്റ്യൂണിൽ ഇറങ്ങിയിട്ട് ഒരു 4 മണിക്കൂർ നടക്കണം നമ്മൾ. അത് മാത്രമല്ല പ്ലൂട്ടോ. ഞാനോ? അല്ല, പ്ലൂട്ടോയിൽ ഇറങ്ങിയിട്ട് അങ്ങോട്ട് പോകാനുള്ളൊരു തന്ത്രപ്പാടില്ലായിരുന്നോ? അങ്ങനെ ഇല്ലായില്ല. എന്തായാലും ഒരുപാട് സന്തോഷം. കാരണം നെപ്റ്റോയിലും ചന്ദ്രനിലും പ്ലൂട്ടോയിലും ഒക്കെ താങ്കൾക്ക് പോകാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. വളരെയധികം സന്തോഷം. അപ്പൊ എന്തായാലും ചായ കുടിച്ചിട്ട് പോയാൽ. അല്ല, ചായ സാധാരണ ചായ അല്ല, പിന്നെ നമ്മളെ മണിയൻ റോബോട്ടാ ചായ കൊണ്ടുവരുന്നത്. റോബോട്ട് ചായ? പിന്നല്ലാതെ. അത് നിങ്ങൾക്കൊരു പ്രചോദനമാകുമല്ലോ, ഈ ക്യാമറയിലൊക്കെ പുറത്തറിയാൻ കണ്ടുപിടിച്ചതാണല്ലോ. അതൊന്ന് തീർച്ചയായിട്ടും. റോബോട്ട് മണിയൻ മണിയൻ ചായ കുടിക്കാറില്ല ഞാൻ സാധാരണ. അയ്യോ ഭയങ്കര കടുപ്പം. അതെ, ഇത്തിരി പാലൊഴിച്ചിട്ട് മറിക്കാതൊരു ചായ തന്നാൽ മതി.
അതെ തട്ടുകട നടത്തുന്ന അമ്മണിയല്ല, 4 കഷ്ണം ഇരുമ്പ ഉണ്ടാക്കിയ റോബോട്ടറാ. തിരിഞ്ഞു പോട്ടെ. താങ്ക് യു. ഒരുപാട് സന്തോഷം. നാളെ കൃത്യം 10:10 താങ്കളുടെ ചന്ദ്രനിലേക്കുള്ള യാത്ര ശുഭകരമാവട്ടെ. എല്ലാവിധ ആശംസകളും നേരുന്നു. ഹാപ്പി ജേണി. എന്ന് വെച്ചാ ജീവനുണ്ട് പിന്നെ കാണാം. ഇവനൊക്കെ ആണെങ്കിൽ ചേട്ടാ, ചേട്ടൻ ഉണ്ടാക്കിയ സാധനം കൊണ്ട് വല്ല ആക്രിക്കാർക്കും കൊടുക്കുക കേട്ടാ. ആ മറ്റേ അതെ ഇത് തന്നെ റോബോട്ടോ ഇങ്ങോട്ട് വന്നേ. ഞാൻ കുളിക്കാൻ കയറുമ്പോ എന്റെ കുളിമുറിയുടെ ചുറ്റും നടന്ന് എന്തൊക്കെ ഇംഗ്ലീഷ് പറയുന്നുണ്ടല്ലോ. എടാ മണി, എന്ത് ഇംഗ്ലീഷാണോ നീ പറഞ്ഞത്? ഓ ബേബി കമാൺ. ഇങ്ങനെ എന്തോ കാര്യം ചെയ്യും, ഇവന് ചിപ്പും കൂരി എടുക്കട്ടെ. അതെന്തിനാ ചിപ്പ് വരുന്നത്? ചിപ്പ് കൂരിയിൽ ശരിയായില്ല. ഞാൻ ചന്ദ്രനിൽ പോയിട്ട് വരുമ്പത്തേനും ഇവിടെ റോബോട്ട് കുഞ്ഞുങ്ങളുടെ കളിയായിരിക്കും. ചേട്ടാ ഇങ്ങ് വന്നിത് പിടിക്കുന്നു. സാരിയുടെ പ്ലേറ്റ് പിടിക്കാൻ നേരെ പോണോണ്ടില്ലേ? നീ എവിടെ പോണു? ചന്ദ്രല്ലേ? എങ്ങനെ? നമ്മുടെ കുഞ്ഞോക്കടെ കൂടെ. കുഞ്ഞോക്കടെ കൂടെയോ? ചന്ദ്രല്ലോ? ആ മാമ, പശുവിന് കാടി കൊടുക്കണം, കോഴിക്കോട് തുറന്നു കിടക്കണേ, അതിനെയൊക്കെ കൂട്ടിക്കയറ്റാൻ മറക്കരുത്. പട്ടിക്ക് ചോറ് എടുത്തേക്കണേ. പിന്നെ നമ്മുടെ മറ്റേ ലിസി ചേച്ചി എങ്ങാനും ചോദിക്കുകയാണെങ്കിൽ ഞാൻ ചന്ദ്രനിൽ പോയിന്ന് പറയാൻ നിക്കണ്ട. കുശുമ്പ ചേട്ടന് സെപ്റ്റിക്കിന് ഇഞ്ചക്ഷൻ എടുക്കാൻ പോയി എന്ന് പറഞ്ഞത്. അത് കഴിഞ്ഞെങ്കിൽ ഇത് കുത്തി താ നേരെ പോണെന്ന്. ഇതൊക്കെ കാര്യങ്ങളുണ്ട്. വേറെ എന്തെങ്കിലും ചെയ്യാനുണ്ടോ? ഞാൻ കുടുംബശ്രീയുടെ കാശ് അത് മേശവൽപ്പിന്റെ അവിടെയുണ്ട്, അതെടുത്ത് കൊടുക്കണം. അയ്യോ ഒരു സാധനം കൊടുക്കാൻ പറഞ്ഞേ. എനിക്കറിയത്തില്ല. ഈ വേഷത്തിലോ വീട്ടിലല്ല, ലോക തോൽവിയാണല്ലോ ചേട്ടാ. എന്ത് ചെയ്യും? ഇത് പക്കവടയും മിച്ചറും. അതെന്തിനാ? നമ്മൾ ഇതിൽ പോണ വഴിക്ക് എവിടെയൊക്കെ നിർത്തൂലേ, അപ്പൊ നമുക്ക് ഇടയ്ക്ക് കുറിച്ചുകൊണ്ട് കിടക്കാൻ. ചേട്ടന് ഇഷ്ടമല്ലേ ഇതൊക്കെ? ട്രാൻസ്പോർട്ട് ബസ് അല്ല ഇടയ്ക്കൊണ്ട് നിർത്താൻ. ഇതിനെ മൂട്ടി തീ കൊടുത്ത് എങ്ങോട്ടാ പോണെന്ന് അറിയത്തില്ല. അവള് സാധനം കൊണ്ട് വന്നേക്കണം. ഒരു കാര്യം പറഞ്ഞേക്കാം, ഞാൻ മാത്രമേ ചന്ദ്രനിൽ പോകുന്നുള്ളൂ. നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ പോകണം. എടാ നിന്റെ നാടായ പെരുമ്പാർക്ക് വിട്ടോണം. പെരുമ്പാവൂരോ? പെരുമ്പാറാണല്ലോ ഇവനൊക്കെ ഉള്ളത്. വിട്ടോണം. ഞാൻ മാത്രമേ പോകുന്നുള്ളൂ. അയ്യോ എന്റെ പരീക്ഷശാല തീ പിടിച്ചു. സൈറൻ അവിടെ അല്ലെന്ന്. ഈ പരീക്ഷശാലയിൽ സൗണ്ട് കേൾക്കുന്നത്. നീ എന്തിനാണ് ഈ കരയുന്നേ? ചേട്ടൻ ഊട്ടി പോയപ്പോ എന്നെ കൊണ്ടുപോയില്ലേ? കൊടൈക്കനാല് പോയപ്പോഴും കൊണ്ടുപോയില്ലേ? മധുരയിലും പഴനിയിലും പോയപ്പോ കൊണ്ടുപോയില്ലേ? എന്നിട്ട് എന്ത് ചന്ദ്രനെ പോകുമ്പോ മാത്രം എന്നെ കൊണ്ടുപോകാത്തത്? എനിക്ക് അപ്പോഴേ തോന്നുന്നു നിങ്ങക്ക് അവിടെ എന്തോ വേറെ പെണ്ണുങ്ങളായിട്ട് എന്തോ ബന്ധമുണ്ട് ചന്ദ്രനില്. ഞാൻ ബഹിരാകാശ തുണിക്കട നടത്തുന്ന ഒരു ബഹിരാശ സ്ത്രീയായിട്ട് എനിക്ക് ബന്ധമുണ്ട്. ലൈന അത് പറ. എടി നിന്റെ അടുത്ത് ഞാൻ പല തവണ പറഞ്ഞില്ലയോ, ഇവൻ മാറി നിന്ന് കുശുകുശ ഫോൺ ചെയ്തപ്പോഴേ പറഞ്ഞില്ലയോ ഇവന് വേറെ ഏതോ ചുറ്റിക്കളി ഉണ്ടെന്ന്. മനസ്സിലായോ? എടി ആ ചുറ്റിക്കളുടെ ഭാഗമായിട്ടാണ് ഇവന് കുഞ്ഞുമോളെന്ന് പേരിട്ടേക്കുന്നത്. ആ പെണ്ണിന്റെ പേരായത്. മാമ എന്നും രാത്രിയൊക്കെ മെസ്സേജ് വരപ്പോ ആരാന്ന് വെച്ചപ്പോ നെറ്റിന്നാണെന്ന് പറഞ്ഞു. ഇപ്പൊ എനിക്ക് മനസ്സിലായി ഇതായിരുന്നല്ലേ ചേട്ടൻ പോണെങ്കിൽ പോട്ട് ശശി ഞാനുള്ള എളിയാകായിരുന്നു കൂട് കെട്ടാനായിട്ട്. എടാ അപ്പൊ ഒരു കാര്യം ചെയ്യ്, നീ എന്നെ കൊണ്ടുപോകുന്നില്ല, ഇവനെ കൊണ്ടുപോകുന്നില്ല, ഇവളെ കൊണ്ടുപോകുന്നില്ല. ഏതായാലും നീ ചന്ദ്രനി പോയിട്ട് വരുമ്പോ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് എനിക്കൊരു കമ്പിളി പതിപ്പ് വാങ്ങിച്ചോണ്ട് പിന്നെ ഞാൻ ബാലരമത്തെ നെയ്ത്തുശാലയിലേക്കല്ല പോണത്, ചന്ദ്രനിലേക്കാ പോണത്. അവിടെ പതിപ്പൊന്നുമില്ല. അപ്പൊ ഞങ്ങളാരും നീ ഇത് കൊണ്ടുപോകുന്നില്ല. മാമനെ വേണമെങ്കിൽ ഞാൻ അടുത്ത മാസം സൂര്യനിലേക്ക് വിടാം. എന്നെയോ? എടി അവൻ എന്റെ അടുത്ത് സ്നേഹമുണ്ട്. അപ്പൊ എന്നെ മാത്രം അവൻ സൂര്യനിലോട്ട് വിടാതിരിക്കുക കേട്ടോ. ചേട്ടാ സൂര്യനിൽ പോയ കത്തി സാമ്പലാവില്ലേ ചേട്ടാ? നിനക്ക് എന്തെങ്കിലും സൂക്കട് പറ്റി? ഇവനെ പൊക്കോട്ടറാ പോയി. എന്ത് കാര്യത്തിന് ഇവിടെ നിൽക്കണം? നീ എന്തെങ്കിലും പറഞ്ഞായിരുന്നു ഇപ്പൊ ഇവിടെ? അല്ല ഒന്നും പറഞ്ഞില്ല. അത് ഞാൻ കാര്യം ചോദിച്ചോട്ടെ, നീ ഇപ്പൊ ഇത്രയും ധൃതി വെച്ച് എന്തിനാ ഈ ചന്ദ്രനിലോട്ട് കെട്ടിയെടുക്കുന്നത്? ചന്ദ്രനിൽ വെള്ളം കണ്ടെന്ന് പറഞ്ഞു. അവിടെ വെള്ളം കണ്ടെന്ന് ആരോ പറഞ്ഞു. ഞാൻ സത്യമാണെന്ന് വേണ്ടി പോണ. ഇത് വലിയ കാര്യമൊന്നും അല്ലടാ. എടാ ഇത് വലിയ കാര്യമല്ല. നിന്നെ ഒന്നും അറിയിപ്പിക്കാതെ വെച്ചിരുന്നാ ഞാൻ ഇന്നലെ വെള്ളത്തിൽ ചന്ദ്രനെ കണ്ടു. എപ്പോ? രാത്രിയിലെന്ന്. എവിടെ വെച്ച്? നമ്മളെ കുളത്തില് 2 അടിക്കാണ്ട് ഗ്ലാസ് നിറച്ച് മടക്ക് 3 അടിച്ചപ്പെടുത്തി നോക്കിയപ്പോ വട്ടത്തിൽ കിടക്കുന്ന മേളിൽ കിടക്കുന്ന ചന്ദ്രൻ വെള്ളത്തിൽ. ഞാൻ നേരെ കൈയിട്ട് വരുന്നു, ഇത് ഓടി അങ്ങ് താഴോട്ട് പോവുക. അന്ന് അടുക്കോട്ട് ഇറങ്ങി പോകാൻ മേലായിരുന്നു. ആഴെ കൂടുതലല്ലയോ? ആഴക്കൂടെ നാളെ നിങ്ങളെ തപ്പി എടുക്കാറുന്നല്ലോ. ഹലോ ഗൈസ്, നാളെ രാവിലെ 10 മണിക്ക് പോവാണ്. എനിക്ക് ഉറക്കം നിൽക്കാൻ പറ്റില്ല, ഡ്രൈവിംഗ് ഉള്ളതാണ്. ഡ്രൈവിംഗോ? അല്ല തിരിച്ചു കാണിച്ചാൽ ഈ സാധനം പോയല്ലോ, കയറി അകത്ത് നിന്ന് വർക്ക് ചെയ്യണല്ലോ. അതുകൊണ്ട് ഉറക്കം നിൽക്കാൻ പറ്റിയല്ല. അപ്പൊ ഞാൻ കിടന്ന് ഉറങ്ങാൻ പോവാണ്. ഓക്കെ ചേട്ടാ വാക്കട എനിക്ക് ഉറക്കളപ്പുള്ളതാ, കളയല്ലേ. എന്നെ കൊണ്ട് പോകല്ലേ ചേട്ടാ? എന്നെ കൊണ്ട് പോകല്ലേ? പണി ചെയ്ത് വിടാ, ബാക്കി പണി ചെയ്തിടാ. ഞാനും കിടന്ന് ഉറങ്ങട്ടെ. ബാക്കി പണി നീ ഉറങ്ങരുത്. പാലം കിടക്കണവരെ നാരായണ, പാലം കിടന്നപ്പോ കൂറായാണ്. കഷ്ടപ്പെടാൻ ബംഗാളിയും സൂക്ക മലയാളിയും. ശരിയാക്കി തരാം. കേരളത്തിൽ നിന്ന് ആദ്യമായിട്ട് ചന്ദ്രനിൽ കാലുകുത്തി ഈ ബംഗാളിയാവും. ഇവിടെ വെച്ച് സ്റ്റാർട്ട് ചെയ്താൽ സേട്ടം പിടിക്കും. അപ്പുറത്തെ പറമ്പിൽ കൊണ്ട് സ്റ്റാർട്ട് ചെയ്യാം. എന്നോടോ കളി?
ചോദിച്ചോ റെഡി വെച്ചോടി. റേഡിയോ അല്ല ഇത് മാറ്റിയിട്ട് വർത്താനം പറ. ഞാൻ മുള്ളോട്ട് വല്ല കട്ടറൊക്കെ ഉണ്ടോ നോക്കുവായിരുന്നു ഈ പോണ വഴിക്കേ. അതപ്പോ ഞാനങ്ങ് പോവുകയാണ് കേട്ടോ. പോയിട്ടും വാ. പോയിട്ട് വരാം. പിന്നെ ഞാൻ കയറുന്ന വഴിയെ മൂട്ടി തീ കൊളുത്തിക്കോണം. എടാ അത് ഞാൻ നീ വെച്ചോന്ന് പറഞ്ഞ ആ സെക്കൻഡ് തീ വെക്കുന്ന ഞാൻ മോനങ്ങ് പോയി അന്തസ്സായിട്ട് പോയി രക്ഷപ്പെട്ട് നാളെ പത്രത്തിൽ കാണണം എനിക്ക്. അത്രേ ഉള്ളൂ. അനുഗ്രഹിച്ചു പോയിട്ടോ. എന്നാ മണ്ണ. അയ്യോ എന്റെ റോക്കറ്റ് എന്റെ റോക്കറ്റ് കണ്ടില്ല. റോക്കറ്റ് അകത്ത് പോയി നോക്കടി. എന്റെ റോക്കറ്റ് ഇവിടെ അടുത്തൊന്നുമില്ല. എടി ഇവന്റെ പാക്കറ്റെങ്ങാനും ഉണ്ടോ നോക്കടി. നോക്കാതെ സിഗരറ്റാണോ റോക്കറ്റാണോ? ഇവിടെ ഇങ്ങാടും മാറ്റി വെച്ചിട്ടുണ്ടോ? ഒരു ഉത്തരവാദിത്തമില്ലാതെ ഈ റോക്കറ്റ് എവിടെ കൊണ്ടുവച്ച് ഇനി ഉറങ്ങാൻ നേരത്തെ തലങ്ങടി കഴിക്കാണ് വെച്ചോടാ. പിന്നെ തലകടി കിടക്കി വെക്കാൻ റോക്കറ്റ് ഉണ്ടാവും. ടോർച്ചാണോ? അവിടെ റോക്കറ്റ് എവിടെ ചേട്ടൻ ചേട്ടൻ റോക്കറ്റ് എവിടെ നീല ചേച്ചിയുടെ തുമ്മനൊക്കെ ഞാൻ ഇനി എന്ത് പറയും? എന്റെ റോക്കറ്റ് ബംഗാളി ബംഗാളിയാ? ഹലോ ഹലോ സേട്ടാ, ആ ഞാനിങ്ങെത്തി സേട്ടാ. ഏത് പെരുമ്പാവൂരോ? അല്ല, ചന്ദ്രനിൽ. ചന്ദ്രനിലോ? ചേട്ടന്റെ റോക്കറ്റുമായിട്ട് ഞാൻ ചന്ദ്രനിൽ എത്തി സേട്ടാ. ഞാൻ ഇവിടെ ചുറ്റി നടന്ന് ഫോട്ടോ എടുത്ത് നാസയ്ക്ക് അയച്ചു കൊടുക്കും. എന്നിട്ട് നാം ഫേമസ് ആവും. എങ്ങനെ ഉണ്ട് ഈ ബംഗാളിയുടെ ബുദ്ധി സേട്ടാ? എടാ പട്ടി പ്രാന്ത, നീ അങ്ങോട്ടുള്ള പെട്രോളുമായിട്ടല്ലേ പോയിട്ടുള്ളൂ. തിരിച്ചു വരാൻ നിന്റെ കയ്യിൽ പെട്രോൾ ഉണ്ടോടാ? അത് എന്റെ കയ്യിൽ ഇരിക്കുമല്ലടാ. ഇത് വല്ലാത്ത സതിയായി പോയി സേട്ടാ. സതിയായി പോയി. എടാ നിന്നെയൊക്കെ ഇവിടെ കൊണ്ടുവന്ന് വളർത്തി വലുതാക്കിയത് ഞങ്ങൾ തന്നെയാ. അതുകൊണ്ട് പറയുക, അടുത്ത മാസം ഞാൻ അങ്ങ് വരുന്നുണ്ട്. നീ അവിടെ ഉണ്ടെങ്കിൽ നിന്നെ ഞാൻ അവിടെ അവസാനിപ്പിക്കും. കേട്ടോ ബംഗാളി?